അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷത്തിലാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പാനൂര് എന്ന് പറഞ്ഞ സ്ഥലപ്പേര് തൂവക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ മൊയ്തു ഹാജിയെ കാണാൻ വന്നപ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷത്തിന് കാരണമായത്. കാരണം ബഹുമാനപ്പെട്ട CP ഉസ്താദ്, അള്ളാഹു ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. ഉസ്താദിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മടവൂർ ശൈഖുനയുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയൊരു മഹാനാണ് ഉസ്താദ്. ആ ഉസ്താദിൻ്റെ ഒരു ശിഷ്യനാണ് ഇന്ന് അൽഹംദുലില്ലാഹ് ഇവിടെ മൊയ്തു ഹാജിയെ കാണാൻ വേണ്ടി വന്നതാണ്. CM വലിയുള്ളാഹിനെ കാണാൻ CP ഉസ്താദിൻ്റെ ഒപ്പമാണ് ഓർക്ക് പോകാൻ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഏതായാലും ഒരു തൗഫീഖാണല്ലോ. ഉസ്താദ് CP ഉസ്താദുമായി ശൈഖുന അടുത്ത് പോയതും ആ അനുഭവങ്ങളും ഒക്കെ മടവൂർ കാഫിലയിൽ നമ്മുടെ സലാം ഉസ്താദ് എന്നാണ് പേര്. സലാം ഉസ്താദ്. ഉസ്താദിൻ്റെ സ്ഥലം കൈതപ്പുഴയിലാണ്. നോളജ് സിറ്റിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഏതായാലും ഉസ്താദിൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് മടവൂർ കാഫിലയോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ്, എന്തൊക്കെയാണ് സുഖമല്ലേ? അല്ലേ? ഏതായാലും മൊയ്തു ഹാജിയെ കാണാൻ വേണ്ടി വന്നു. അള്ളാഹു അവർക്ക് ആജിലായ ഷിഫ നൽകട്ടെ. ഈ ഷെയ്ഖുനായുടെ മൗലൂദിൻ്റെ ബർക്കത്ത് കൊണ്ട്. ഷെയ്ഖുനയുടെ മൗലൂദാണ് നമ്മൾ പറയാൻ പോണത്. അവിടുത്തെ ജീവിതം, കണ്ട കാര്യങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ട് CP ഉസ്താദിൻ്റെ ഒപ്പം ഷെയ്ഖുനാനെ കാണാൻ പോണ ആ അവസരം ഒന്ന് പറഞ്ഞു തരി. കൊളപ്പുറത്ത് ദർസിൽ ഓതുമ്പോൾ ഞാൻ ഉസ്താദിനെ ഹാദ്യമായിട്ട് എല്ലായിടത്തും പോകും. CP ഉസ്താദിനെ വേറെറിയാൻ പോകുമ്പോൾ കൂടെ വേഗം പിടിച്ച് ഞാൻ അധികം പോലുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു ദിവസം പോകുമ്പം കോഴിക്കോട് നമുക്ക് ഷെയ്ഖുനെ കാണാമെന്നും പറഞ്ഞിട്ട് അവിടെ വന്ന് ഞങ്ങൾ ക്യൂവിൽ നിന്ന്. അപ്പോൾ ഉടനെ മൂപ്പം വന്നിട്ട് CP ഉസ്താദ് ഇവിടെ വരണമെന്ന് പറഞ്ഞു. നമ്മുടെ മോൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിൽ മോറ് കാണുന്നില്ല, വെയിൽ കുറേ ക്യൂവിൽ വെയിലുള്ളത്. അങ്ങനെ മുകളിൽ കയറി പിന്നെ ഉസ്താദുമായിട്ട് കുറേ സംസാരിച്ച്. അപ്പോൾ ഞാനവിടെ നിന്ന് ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞ് അപ്പോൾ പിന്നെ ഒന്ന് ഊതി തന്നു, മന്ത്രിച്ചു തന്നു. പിന്നെ അന്നേരം പിന്നെ ഉസ്താദുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തെന്ന് എന്താ ഞാനറിയില്ല. തമ്മിൽ ഞാനങ്ങനെ പുറത്ത് നിൽക്കണം. അങ്ങനെ പിന്നീട് CP ഉസ്താദ് വന്നാൽ ഷെയ്ഖുന കുറേ സമയം സംസാരിക്കും. 2-3 പ്രാവശ്യം ഉസ്താദിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ മൂപ്പം മേലെ വന്നിട്ട് പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് ചിലപ്പം പോരില്ല, പോകാമെന്ന് പറയില്ല. അങ്ങനെ അത്ര ആളുകളൊക്കെ താഴത്ത് നിൽക്കുന്നുണ്ട്. ഉസ്താദ് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ഉമ്മനെ കൊണ്ടുവരാൻ പറഞ്ഞ CP ഉസ്താദിൻ്റെ ഉമ്മനെ കൊണ്ടുപോയിനെ. അന്നേരം നമുക്ക് വേഗം കയറാൻ കഴിഞ്ഞു. ഉമ്മാനെ കൊണ്ടുവന്നു. അപ്പം മൂപ്പം പറഞ്ഞു, ചോദിച്ചിട്ടാണോന്ന് അറിയില്ല, CP ഉസ്താദിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മുകളിൽ കയറി കണ്ട് അവിടുന്ന് ഉമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ദ്വാര ചെയ്യാൻ പറഞ്ഞ് എന്തുവാ പോരും ചെയ്തു. ഞാൻ അന്ന് ചെറുതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ളൊരു ചെറുതാണ്, വളരെ ചെറുതാണ്. ദർസിലേറ്റവും ചെറിയ വിദ്യാർത്ഥി ഞാൻ. ദർസിലെ ചെറിയ വിദ്യാർത്ഥി. പക്ഷേ ഉസ്താദ് നിങ്ങളെ പരിഗണിക്കുകയായിരുന്നു. കൂടെ പോകുമ്പോഴൊക്കെ അതിന് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് സിയാറത്തിനൊക്കെ പലയിടത്തും പോയിട്ടുണ്ട് ഉസ്താദിൻ്റെ കൂടെ. അപ്പം അങ്ങനെ അനുഭവമുണ്ട്. പിന്നെ ഒറ്റക്ക് ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഒറ്റക്ക് പോയപ്പോൾ എന്തുണ്ടായത്? ഒറ്റക്ക് പോയത് നമ്മളെ വീടിനെ സംബന്ധിച്ച് ചോദിക്കാനായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്തേക്ക് നീട്ടിയെടുക്കാൻ പറ്റും, 4 ഭാഗത്തേക്ക് നീട്ടിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ അത് വീട്ടിലേക്ക് നമ്മൾ ചെറിയ വീടായിരുന്നു. അപ്പോൾ വീടിന് റൂം കൂട്ടിയെടുക്കാൻ വേണ്ടി ചോദിച്ച് എടുക്കാൻ പറ്റുമോ? 4 ഭാഗത്തും കൂട്ടിയെടുക്കാൻ പറഞ്ഞു. 4 ഭാഗത്തും കൂട്ടിയെടുക്കാൻ സമ്മതം കിട്ടി, കൂട്ടിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു. പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ പോന്നു. അതാണ് ഒറ്റക്ക് പോയപ്പോണ്ടായത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാനോ അന്ന് ഞാൻ ഉസ്താദിൻ്റെ പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ പോയിട്ടില്ല. CP ഉസ്താദിൻ്റെ ദറസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? CP ഉസ്താദിൻ്റെ ദർസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഷെയ്ഖുനോട് ചോദിച്ചിട്ടാണ് ദർസിന് പോവുക. അപ്പോൾ ചില സ്ഥലത്ത് പോകുമ്പം ഇത്ര കൊല്ലം അവിടെ ജോലി ചെയ്യാമെന്ന് പറയും. ആ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉസ്താദ് നിൽക്കില്ല. അങ്ങനത്തെ ഒരു ശൈലി ഉണ്ടായിരുന്നോ? അതായത് ഒരു പള്ളി ജോലി എടുക്കുമ്പോൾ അവിടുത്തെ ഷെയ്ഖുന അടുത്ത് പോയി സമ്മതമാക്കുകയും ഷെയ്ഖുനുള്ളവരോട് പോയി സമ്മതം എടുത്തിട്ടാണ് പോവാം, സമ്മതമാക്കിയിട്ട് പോവാം. അപ്പോൾ ഷെയ്ഖുന പറയും ഇത്ര കൊല്ലം അവിടെ നിന്നോളിയെന്ന്. കൊല്ലം അവിടെ നിൽക്കാമെന്നറിയും. അപ്പോൾ ആ കൊല്ലം പൂർത്തിയായ പിന്നെ ഷെയ്ഖുന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊല്ലം പൂർത്തിയാകുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ പിന്നെ അതിനോട് മാറും, പിന്നെ അവിടെ നിൽക്കില്ല. അപ്പോൾ ഉസ്താദ് ഷെയ്ഖുനാൻ്റെ ഒപ്പം CP ഉസ്താദ് യാത്ര ചെയ്തിട്ടുണ്ടോ? ഞാനാ? CP ഉസ്താദ് അറിയില്ലല്ലേ? അറിയില്ലല്ലേ? പിന്നെ
ഷെയ്ഖുനൻ്റെ അപ്പോൾ ഉസ്താദിൻ്റെ സി പി ഉസ്താദിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? പിന്നെ എന്ന് പറഞ്ഞാൽ ദർസിൽ നമ്മളറിയുന്ന സമയത്ത് ചെറിയ നമുക്ക് ചെറുപ്പത്തിൽ എത്ര കൊല്ലം സി പി ഉസ്താദിനകത്ത് കൂടി? അതിൻ്റെ അടുത്ത് 7 വർഷം 8 വർഷത്തോളം ഉണ്ട്. 8 കൊല്ലം ഉസ്താദിൻ്റെ ദർസിൽ കൂടി. തന്നെ ഇവിടെ നിന്ന് പോകുന്ന ഒഴിവായത്. ഞാൻ മദ്രസിൽ നിന്നാണ് ഒഴിവായത്. ഇവിടെ മദ്രസിൽ ഉസ്താദ് നിർത്തിയതിൻ്റെ ശേഷമാണ് ഉസ്താദിൽ നിന്ന് ഒഴിവായത്. ഉസ്താദാണ് ഈ പാനൂർ ഈ ഭാഗത്ത് ഇവിടെ നിൽക്കാനുള്ള സംഭവം തന്നു. അപ്പോൾ കോളേജിൽ പോയില്ല? കോളേജിൽ പോയിട്ടില്ല. 8 കൊല്ലം ഉസ്താദിന് തോന്നാൻ പറ്റി. അൽഹംദുലില്ലാ. ദർസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ക്ഷണിതായത് പിന്നെ മൗലൂദ് റാത്തീബ് ഇങ്ങനെയുള്ള ഔറാദുകളെല്ലാം പൂർണ്ണമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഇതായിരുന്നു ദർസിനോട് കൂടെ തന്നെ അതെല്ലാം കൂടെ ഉണ്ടാകും. പിന്നെ റബീഉൽ അവ്വൽ വന്ന മൗലിദിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുകയും പ്രത്യേകം പ്രാധാന്യം കൊടുത്ത് റബീഉൽ അവ്വലിനെ പ്രത്യേകം സ്വീകരിച്ച് അതായത് റബീഉലിനെ സ്വീകരിക്കാൻ നമ്മൾ നിൽക്കുകയാണല്ലോ. അതെ. പിന്നെ പ്രത്യേകം അലങ്കരിക്കുകയൊക്കെ ചെയ്തിട്ട് മൗലൂദൊക്കെ സി പി ഉസ്താദ് അന്ന് ഈ പകരം ഉസ്താദൊക്കെ പറയുന്നത് പോലെ തന്നെ ലൈറ്റുകളും അതുപോലെ തന്നെ റബീഇനെ സ്വീകരിക്കാൻ കാത്തു നിന്ന് വളരെ അലങ്കരിച്ച് എന്ത് വേണമെങ്കിലും ഉസ്താദ് ചെയ്യും, കുട്ടികളത് ചെയ്യും ശിഷ്യന്മാർ. പിന്നെ സി പി ഉസ്താദിൻ്റെ നാട്ടിൽ അന്ന് ഏറ്റവും കൂടുതൽ വലിയ മൗലൂദ് വയ്ക്കുന്നത് സി പി ഉസ്താദായിരുന്നു. അന്ന് പിന്നെ ഒരു പ്രയാസമുള്ള സമയമാണ്, എന്നാലും മൗലൂദ് ഉസ്താദ് വലിയ ഉഷാറായിട്ട് കഴിക്കും, നല്ല ഉഷാറായിട്ട് കഴിക്കും ആ കാലത്ത് അല്ലേ. മൗലൂദിന് അത്രയും പ്രാധാന്യം ഉസ്താദ് നൽകിയത്. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ മാറിയ ശേഷം കഴിഞ്ഞ് എത്ര കഴിഞ്ഞ ഉസ്താദ് വഫാത്താന്ന്? മാറിയിട്ട് 5-6 വർഷം 7 വർഷം കഴിഞ്ഞ് വഫാത്തായത്. ഉസ്താദ് വഫാത്ത് തന്നെ ഇവിടെ അല്ലേ, ഖത്തറിലാണ് അല്ലേ. ആ കാലഘട്ടം സി എം വലിയുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ പല മഹാന്മാരും ഉണ്ടായിരുന്നു. വടകരാജി തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ തൃപ്പനച്ചി ഉസ്താദ്, മിലിറ്ററി ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നൊരു കാലമാണത്. ഒരുപാട് വലിയാക്കൾ ഇവരൊക്കെ സി പി ഉസ്താദ് വേറെ പോയവരുമായി തങ്ങളുമായിട്ട് വലിയ എന്തായിരുന്നു വലിയ ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ ആര് ക്ഷണിക്കാൻ പോയിട്ടില്ലെങ്കിലും സി പി ഉസ്താദ് പോയാൽ ഇവിടെ അമ്മായി തങ്ങൾ പോകും. ആര് ക്ഷണിച്ചിട്ട് പിന്നെ ഒരു വിഷയത്തിന് പോയിട്ടില്ലെങ്കിലും സി പി ഉസ്താദ് നേരിട്ട് ക്ഷണിക്കാൻ പോയാൽ പോകും അവിടെ അമ്മായി തങ്ങൾ. അമ്മായി തങ്ങളാണ് നാട്ടിൽ ദിവസം നടത്തിക്കുന്ന ചെറുകൊണ്ടവർ. ആ സമയത്ത് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ മായുധങ്ങൾ പറയും, സി പി സാറിനോട് പറയാൻ പറയും, സി പി മൊലിയാരോടെന്ന് പറയാം, സി പി മൊലിയാരോട് പോയി പറയാൻ പറയും. അങ്ങനെയുണ്ട്, സി പി മൊലിയാരടുത്ത് പോയി പറയാൻ പറയും. ആൾക്കാർ കാര്യം വിഷയങ്ങളൊക്കെ ഓരോന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലേ. മായുധങ്ങളായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അവിടെ നിങ്ങൾ കൂടെ പോയിട്ടുണ്ടോ സാർ? അവിടെ പല പ്രാവശ്യം മായുധങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകണം, വീട്ടിൽ പോയിട്ടുണ്ട്. മായുധങ്ങൾ സ്ഥാനത്ത് ദർസിൽ വരുത്തുണ്ട്. ദർസിൽ വന്നാൽ തങ്ങളുടെ പിന്നെ റൂമിൽ സംസാരിക്കുക. പിന്നെ എന്താ സംസാരിച്ച് നമുക്ക് മുത്താലിമ്യങ്ങളോടൊക്കെ അത് തങ്ങളുടെ വേറെ ശൈലിയാണ്. നേരെ പോവും, എല്ലാം പറഞ്ഞാൽ മടക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ചിലർ തമാശ പറയും, അല്ല അങ്ങനത്തെ ഒരു ശൈലിയായിരുന്നു അന്ന് സമയത്തുണ്ടായത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാ മശായിഖന്മാരും മഹാന്മാരായ ഔലിയാക്കളടുത്ത് ബന്ധപ്പെട്ടിരുന്നു ഉസ്താദ്. ഉസ്താദിൻ്റെ ജീവൻ തന്നെ മഹാന്മാരായും ഔലിയാക്കളൊക്കെ ബന്ധപ്പെട്ട് ഒരു ആഷിഖ് റസൂലായിട്ടല്ലേ. അതിലെല്ലാ കുട്ടികളെയും സംഘടിപ്പിച്ച് സിയാറത്തിന് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു പതിവായിരുന്നു ദർസ് ലീവുള്ള സമയത്ത്. എന്തായാലും ഉസ്താദിൻ്റെ ഒപ്പം 3 തവണ ഷെയ്ഖുനാനെ കാണാൻ പോകാൻ പറ്റി. ഒരു തവണ ഒറ്റക്കും പോയി. ഒറ്റക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് നമ്മുടെ വീടിൻ്റെ അനുഭവം അല്ലേ. 4 ഭാഗത്തേക്ക് നിങ്ങൾക്ക് നീട്ടാം. അൽഹംദുലില്ലാ. എന്തായാലും സന്തോഷമുണ്ട്. സി പി ഉസ്താദിൻ്റെ ചെറിയ ദറസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജീവിതങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയ ചെറിയ അനുഭവങ്ങൾ. അൽഹംദുലില്ലാ. എന്തായാലും സി പി ഉസ്താദിൻ്റെ അടുത്തൊക്കെ 8 കൊല്ലം ഓതാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. പ്രത്യേകിച്ച് ഷെയ്ഖുനാൻ്റെ അടുത്തും വടകരായി തങ്ങളുപ്പാപ്പ അടുത്തൊക്കെ പോകുമ്പോൾ കൂടെ പോകാനും ഒക്കെ കാണാനും ഭാഗ്യം കിട്ടിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിക്കുന്നതും പറഞ്ഞതും ഒക്കെ അവൻ്റെ ഒരു പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മടവൂർ കാഫില നിങ്ങളുമായി ഈ അനുഭവങ്ങൾ നേരിൽ ബന്ധപ്പെട്ട് അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്.
ഒരുപാട് ആളുകൾക്ക് കാണാനും അറിയാനും ഷെയ്ഖുനെ മനസ്സിലാക്കാനും ഇതൊക്കെ ഒരു കാരണമാകട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല സ്വാലിഹായ അമലായ അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വലിയ വലിയ അനുഭവങ്ങളുമായി മടവൂർ കാഫില ഞങ്ങളുടെ മുമ്പിലെത്തും. ഇൻഷാ അല്ലാഹ് കാഫില കാണുന്നവർ ഉസ്താദിനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. അല്ലാഹു അല്ലേ ഇൻഷാ അല്ലാഹ്. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. يا قطب العالم راجا يا مشهور سيم تارك മദിനമ്മിൽ വന്നു മലബോധം തന്നു മദിനമ്മിൽ വന്നു